ഇപ്പോൾ ഒന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അറസ്റ്റിലായ 19 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം നൽകി. കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം നൽകിയത്. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്യാം ദേവരാജാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്യാം, ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി ആൾക്കൂട്ട വിചാരണ നടത്തി അതിനുശേഷം ആ വ്യക്തിയുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രതികൾക്കാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഏതെല്ലാം ഗ്രൗണ്ട്സിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനം? ബിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്കാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന, റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കാണ് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് പ്രധാനപ്പെട്ട ഉത്തരവ്. 19 കേസിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന കേസിന്റെ അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിലും കുറ്റപത്രം നൽകിയ സാഹചര്യത്തിലുമാണ് ഈ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ ജാമ്യത്തിനായി കർശനമായ ഉപാധികളാണ് ഹൈക്കോടതി നൽകുകയും ചെയ്തിരിക്കുന്നത്. 19 പ്രതികളും ഈ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഈ വ്യവസ്ഥയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊരു വ്യവസ്ഥ, ഈ വിചാരണ പൂർത്തിയാകുന്നതുവരെ സംസ്ഥാനം വിട്ടു പോകരുത് എന്നൊരു മറ്റൊരു കർശനമായ നിബന്ധന കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നു, പ്രതികൾക്ക് നൽകിയിരിക്കുന്നു. മൂന്നാമത്തേതായി ജാമ്യം ലഭിക്കാനായി നൽകിയിരിക്കുന്ന മൂന്നാമത്തെ കാരണം, ഈ പ്രതികൾ അവരുടെ പാസ്പോർട്ട് ഉണ്ട് എങ്കിൽ ആ പാസ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണം, സറണ്ടർ ചെയ്യണം എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. പാസ്പോർട്ട് ഇല്ലാത്തവരാണ് പ്രതികൾ എങ്കിൽ പാസ്പോർട്ട് ഇല്ലാത്ത കാര്യം സത്യവാങ്മൂലമായി എഴുതി നൽകണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ് പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ അതിക്രൂരമായ രീതിയിൽ റാഗിങ്ങിനിടയായത്. തുടർന്ന് ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. ആദ്യം സംസ്ഥാന പോലീസാണ് കേസ് അന്വേഷിച്ചത്. ഇക്കാര്യത്തിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ എതിർപ്പ് ഉയർത്തിയിരുന്നു. കേസ് CBIക്ക് വിടണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേസ് CBIക്ക് വിടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇതിൽ വീഴ്ച വരുത്തുന്നത്, സംസ്ഥാന പോലീസ് കേസ് അന്വേഷണം കൈമാറുന്നതിൽ വീഴ്ച വരുത്തുന്ന അടക്കമുള്ള നടപടികൾ വലിയ ചർച്ചയായിരുന്നു. അത് സംസ്ഥാന പോലീസിന് വലിയ വിമർശനവും ഇക്കാര്യത്തിൽ ഏൽക്കേണ്ടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കേസ് CBI അന്വേഷിക്കുകയും എത്രയും വേഗം കുറ്റപത്രം നൽകുകയും ചെയ്തത്. കുറ്റപത്രത്തിലാകെ 19 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ 19 പ്രതികൾക്കാണ് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. കർശനമായ വ്യവസ്ഥകളോടെയാണ് ജാമ്യം. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. അല്പസമയം മുമ്പാണ് ഈ കേസിൽ ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത്. കേസിന്റെ കേസ് ഡയറി അടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു ഈ 19 പ്രതികൾക്കും ജാമ്യം നൽകുന്ന കാര്യത്തിലേക്ക് എത്തിയത്. ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയായിരുന്നു. ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം മാത്രമാണ്, തുടരന്വേഷണമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് CBI ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് CBI ഇതിന്റെ കേസ് അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റപത്രം എറണാകുളം CJM കോടതിയിൽ നൽകുകയും ചെയ്തത്. അത് വിചാരണയ്ക്ക് വേണ്ടി CBI കോടതി, എറണാകുളം പ്രത്യേക CBI കോടതി പരിഗണിക്കാനിരിക്കുകയുമാണ്. ആ കേസിൽ ആകെ 19 പ്രതികളാണ് ഈ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്ന. ആ 19 പ്രതികൾക്കാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അറസ്റ്റിലായ 19 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും പാസ്പോർട്ട് കെട്ടിവെക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.